AI കുറിച്ച് പറയുമ്പോൾ കുറേ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് കുറേ ചാറ്റ് ബോട്ടുകളാണ്. ഇപ്പോൾ ജെമിനായി, ChatGPT അങ്ങനത്തെ തന്നെ. ഈ ചാറ്റ് ബോട്ട് എന്നതിൻ്റെ അപ്പുറത്ത് ഈ ചാറ്റ് ബോട്ടിൽ തന്നെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. കുറേ ആളുകൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ കുറേ ആളുകൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ഈ ഒരു ചാറ്റ് ബോട്ടിൻ്റെ ഒരു ഫീച്ചർ വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ഇതിനെ ഉപയോഗിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ റോൾ പ്ലേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജെമിനൈ ആണ്. ഇത് നിങ്ങൾക്ക് ChatGPTയിലും മറ്റു AI ടൂളും ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷൻസ് എല്ലാം മിക്ക AI ടൂളിലും നമുക്ക് ഇത് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ജെമിനൈ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ഐ സ്റ്റോറിലും ഒക്കെ കിട്ടും. ആപ്പിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുക. ജെമിനൈ ഓപ്പൺ ചെയ്യാം. ജെമിനൈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈവ് ഇൻട്രാക്ഷൻ്റെ ഈ ഒരു ഓപ്ഷൻ ബട്ടൺ കണ്ടോ, ഇതാണ് ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് എന്താ വെച്ചാൽ ഒരു ടെലികോളർക്ക് ഈ ഒരു AI ടൂൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ ടെലികോളർക്ക് ഒരാൾക്ക് കസ്റ്റമറിന് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് തന്നെ ഒരു റോൾ പ്ലേ ആയിട്ട് ചെയ്ത് നോക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് വേണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈവ് ഇൻട്രാക്ഷൻ ഓപ്പൺ ചെയ്തു. ഞാനൊരു ടെലികോളറാണ്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്റ്റുഡൻറ്റിന് വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നീ എന്നോട് റോൾ പ്ലേ ആയിട്ട് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. ഞാനിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? നീ എന്ത് ചെയ്യുക, റോൾ പ്ലേ ആയിട്ട് ചെയ്യുക ഒരു സ്റ്റുഡൻ്റ് ആയിട്ട്. ഓക്കെ ആണോ? തീർച്ചയായും, ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് റെഡിയാണ്. നിങ്ങൾക്ക് എപ്പോൾ തുടങ്ങണം? നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങിക്കോളൂ. ഹലോ, ഞാൻ ഷബീബാണ് നിങ്ങൾക്ക് വിളിക്കുന്നത്. നമ്മളൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് വിളിക്കുന്നത്. താങ്കൾ ഫ്രീ ആണോ ഇപ്പോൾ? ഹലോ ഷബീബ്, ഞാനിപ്പോൾ ഫ്രീ ആണ്. കോഴ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ AI ടൂളുകളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ AI ടൂളുകൾ കുറേ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല. അപ്പം നമ്മൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ AI അവരുടെ പഠനത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഒരു കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും, എനിക്കതിൽ താല്പര്യമുണ്ട്. ഈ കോഴ്സ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക? ഈ കോഴ്സ് വഴി നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. ഒന്ന്, നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾ ഏതെല്ലാം AI ടൂളുകൾ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ടൂളുകൾ മനസ്സിലാക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഓരോന്നിൻ്റെയും ഉപയോഗ രീതി, വിദ്യാർത്ഥി എന്ന നിലക്കുള്ള കസ്റ്റമൈസ്ഡുള്ള ഉപയോഗ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എക്സ്ട്രാ കോഴ്സിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ തന്നെ അഡീഷണൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അവരുടെ പഠനം കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കാൻ, അതായത് ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള റോൾ പ്ലേ നടത്താൻ പറ്റും. ഒന്നിപ്പം നമ്മൾ ടെലികോളറെ വെച്ചിട്ടാണ്. ഇനി രണ്ടാമതൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ ചെയ്തു നോക്കുന്നത് വെച്ചാൽ ഒരു ഡിബേറ്ററുടെ റോൾ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ AI വന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് ജോബ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവർ നമ്മൾ ഓപ്പോസിറ്റായിട്ട് നഷ്ടപ്പെടുന്നില്ല. ഈ ഒരു സബ്ജക്റ്റിലാണ് ഡിബേറ്റ് നടത്താൻ പോകുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. എൻ്റെ കൂടെ ഒരു ഡിബേറ്റിൻ്റെ ഓപ്പോസിറ്റ് പാർട്ട്ണറായിട്ട് നിനക്ക് റോള് ചെയ്യാമോ? വിഷയം എന്ന് പറയുന്നത് AI നമ്മളുടെ ജോബുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ജോബ് നഷ്ടപ്പെടുത്തുന്നുണ്ട്, AI വഴി ഒരുപാട് ജോബുകൾ നഷ്ടപ്പെടുന്നുണ്ട്, അവസരം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നീ അതിന് ഓപ്പോസിറ്റ് ചെയ്യണം. നമുക്ക് ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യാമോ? തീർച്ചയായും, ഞാൻ എതിർവാദം തുടങ്ങാം. എൻ്റെ അഭിപ്രായത്തിൽ AI ജോലികൾ നശിപ്പിക്കുകയല്ല, മറിച്ച് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പല ജോലികളും ഓട്ടോമേറ്റ് ചെയ്യപ്പെടുമ്പോൾ AI മേഖലയിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ ഉയർന്നു വരുന്നു. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരുപാട് ജോബുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഡ്രൈവിംഗ് സെക്ടറിൽ ഒരുപാട് ഡ്രൈവേഴ്സിൻ്റെ ജോബുകൾ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അല്ലെങ്കിൽ AI വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ജോബ് വളരെ വളരെ കുറവാണ്. ഡ്രൈവിംഗ് പോലുള്ള മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് സമ്മതിക്കുന്നു. എന്നാൽ AI സാങ്കേതിക വിദ്യയുടെ വികാസം കാരണം AI എഞ്ചിനീയറിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ധാരാളം പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, AI പല ജോലികളെയും കൂടുതൽ കാര്യക്ഷമവും എളുപ്പവുമാക്കുന്നു.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ കണ്ണിങ് ആയിട്ടുള്ള പോയിന്റാണ് നമ്മളോട് ഡിബേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഡിബേറ്റിങ്ങിനായിട്ട് ഒരു റോൾ പ്ലേ ചെയ്യാം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, നമ്മൾ പറയുന്നത് ചില ഉദാഹരണങ്ങളാണ്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. മൂന്നാമതായിട്ട് ചെയ്യുന്ന റോള് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതൊന്ന് റോൾ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന കോൺടാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഡാറ്റ അനാലിസിസിൻ്റെ ഒരു ജോബ് ഉണ്ട്. അപ്പോൾ ആ ഒരു ജോബിനാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവർ ആയിട്ടാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റോൾ പ്ലേ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പുതിയ ചാറ്റ് എടുത്തോ, ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു. എനിക്കെന്താ വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഗൂഗിളിലാണ്, ഡാറ്റ അനാലിസിസ് ആണ് ജോബ് ടൈറ്റിൽ. അപ്പോൾ നീ എന്നോട് ഇൻ്റർവ്യൂവറായിട്ട് എന്ത് ചെയ്യണം, ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം. എനിക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന അതേ രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ നീ എന്നോട് ചോദിക്കണം. റെഡിയാണോ? തീർച്ചയായും. ഗൂഗിളിലെ ഡേറ്റ അനലിസ്റ്റ് ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നത് വളരെ നല്ല ആശയമാണ്. നമുക്കിപ്പോൾ തന്നെ ഒരു മോക്ക് ഇന്റർവ്യൂ ആരംഭിക്കാം. നിങ്ങളുടെ റെസ്യൂമെ ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ മുതൽ ക്രിയേറ്റീവ് ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ഓക്കെ, ശരി. നിങ്ങളുടെ റെസ്യൂമെ ഞാൻ കണ്ടു. അതിൽ ധാരാളം ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു സിറ്റുവേഷണൽ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളൊരു ഡേറ്റ അനലിസ്റ്റായി ജോലി ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു ഡേറ്റ സെറ്റ് ലഭിക്കുകയും അതിൽ ധാരാളം മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ എങ്ങനെ ആ സാഹചര്യം കൈകാര്യം ചെയ്യും? അത്തരമൊരു സാഹചര്യത്തിൽ ഒന്നുകിൽ ഞാൻ എൻ്റെ സീനിയർ ടീമിനോട് ചോദിക്കും എന്താണ് ഇത്തരത്തിലുള്ള ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു രീതി ഞാൻ അവലംബിക്കാൻ ശ്രമിക്കും. ടീമുമായി ആശയവിനിമയം നടത്തുന്നത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ ഒരു ഡേറ്റ അനലിസ്റ്റ് എന്ന നിലയിൽ അത്തരം പ്രശ്നങ്ങൾ സ്വയം അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് പോലും ഉത്തരമില്ല. അതായത് ശരിക്കും പറയാലോ, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പല വിധേന നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ അതിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് പഠിക്കേണ്ട ആളുകൾക്ക് ഒരു ലാംഗ്വേജ് പാർട്ട്ണർ എന്ന നിലയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളൊരു സാധനം പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം, മോക്ക് ചെയ്ത് നോക്കാം. ഇൻ്റർവ്യൂ നിങ്ങൾക്ക് മോക്ക് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ടെലികോളർ നിങ്ങൾക്ക് മോക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് മോക്ക് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിലും പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.